2,90,000 രൂപക്ക് ഡീസൽ ഡുവൽ ടൂണ് അതും ഡുവൽ എയർ ബാഗ് ABS വരുന്ന 3,35,000 രൂപക്ക് ഡസ്റ്റർ 20 രൂപ ഉണ്ടെങ്കിൽ ഫുള്ള് ലോൺ ചെയ്യും, ബാക്കി ഫുൾ ലോൺ ചെയ്യും. 16 രജിസ്റ്റർ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പുള്ള വാഹനം ഫുള്ള് ലോൺ ചെയ്യാം. ഒരു അൾട്ടോക്ക് 2009 അൾട്ടോക്ക് 1.25 കൊടുക്കണം. ഇത് 1.45 2008 രജിസ്റ്റർ 2009 ഡീസൽ സ്വിഫ്റ്റ് ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് കിട്ടും. നോക്കി ഇതെന്ന് കേരളത്തിൽ ഈ ഒരു പ്രൈസിന് വേറെ ആരും കൊടുക്കൂല, അത്രയും ഓഫർ റേറ്റില്. ഡീസൽ ഓട്ടോമാറ്റിക്കലി സീറ്റിൽ വരെ എയർ ബാഗ് വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക്കലി അതും കമ്പനി എന്നല്ലാതെ ഒരൊറ്റ സർവീസ് പോലും ചെയ്തിട്ടില്ല. അതെ, ഒറിജിനൽ കേരള വാഹനം 2014 സ്പോർട്ട് വരുന്ന വേറെ മെറ്റൽ ബോഡിയിൽ വേറെ റീപെയിന്റിംഗ് കയറാത്ത വാഹനം. അത്ര 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി. C ക്ലാസ് നിങ്ങൾക്ക് 7,99,000 രൂപ കൊണ്ടുപോകാം. ബെസ്റ്റ് പ്രൈസ്. നിങ്ങൾ എവിടെ ചോദിച്ചാലും ഒരു 9 ലക്ഷം 8.5 ലക്ഷം രൂപന്റെ മുകളിൽ വില വരുന്നുള്ള വാഹനമാണ്. ഫുൾ ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. സ്കേറ്റിങ്ങും കാര്യങ്ങളും അലേവിയിലും ഒക്കെ വരും. ഇതിന്റെ DRലും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. 4 ഡോർ വിൻഡോ, എയർ ബാഗ്, ഡുവൽ എയർ ബാഗ്, ABS എല്ലാം വരുന്ന വാഹനം. ലിമിറ്റഡ് എഡിഷൻ വരുന്ന വാഹനം 7 ലക്ഷം രൂപക്ക്. ഹൈബ്രിഡിൽ നിങ്ങൾക്ക് 24 കിലോമീറ്റർ ഒക്കെയാണ് മൈലേജ് പറയുന്നത്. ഒരു 20 കിലോമീറ്റർ എന്തായാലും കിട്ടും. ഇപ്പോൾ നമ്മൾ RV മോട്ടോഴ്സിന്റെ രണ്ടാമത്തെ കിള്ളം പാർട്ടിയായിട്ട് വേണമെന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഗ്രാൻഡ് വിറ്റാരൊക്കെ അടക്കം 6-7 ലക്ഷത്തിനൊക്കെ നമുക്ക് വിലക്കുറവിലും ഫുൾ ഓണിലൊക്കെ ക്രെറ്റകളുള്ള ഒരു കിള്ളം കളക്ഷൻ ആയിരുന്നു നമ്മൾ പരിചയപ്പെട്ട്. ഇതിൽ വലിയ വാഹനങ്ങൾ മാത്രമല്ല, സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ഒത്തിരി വാഹനങ്ങൾ, ചെറുവാഹനം, ഓൾട്ടോ, ഇയോൺ, അങ്ങനെ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ ഒരു പാർട്ടി നമുക്ക് സ്പെഷ്യൽ ഓഫർ റേറ്റ് 2009 പുതിയ പേപ്പർ എടുത്ത VDA ഷിഫ്റ്റ്, അത് നമ്മളെ ഷോപ്പിന്റെ അപ്പുറത്ത് കിടക്കുന്നതാണ്. ഇതിൽ നിന്ന് രാജാക്കന്മാരൊക്കെ വരുന്നുണ്ട്. ബെൻസൊക്കെ തവണ നെട്ടിക്കുന്ന പ്രൈസ് സ്വിഫ്റ്റിന്റെ റേറ്റിന് കൊടുക്കാതില്ല. 99 ഷിഫ്റ്റിന്റെ പ്രൈസിനേക്കാളും കുറവില് ഇന്നോവ എല്ലാ റേറ്റും ഉണ്ട്. അപ്പൊ നമുക്ക് സസ്പെൻസ് ആണ്. അപ്പൊ റേറ്റ് ഒക്കെ പറഞ്ഞുതരാം. അപ്പൊ സമീർക്ക് അതിന്റെ ഇടയിൽ നമുക്ക് ലൊക്കേഷൻ ഒക്കെ ഒന്ന് പറഞ്ഞു. കറക്റ്റ് ലൊക്കേഷൻ മലപ്പുറം ജില്ലയില് വണ്ടൂരാണ്. വണ്ടൂരിൽ തന്നെ പെരിന്തൽമണ്ണ റോഡ്, ഊട്ടി പെരിന്തൽമണ്ണ റോഡിൽ കറക്റ്റ് റോഡ് സൈഡിൽ തന്നെ നമ്മളെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പൊ ഇതൊക്കെ ഇത് രണ്ടും സ്റ്റോക്കിന് കയറിയ വാഹനമാണ്. 2009 സ്വിഫ്റ്റ്, അതും ഡീസൽ VDA വേരിയന്റ് വരുന്ന ബ്ലാക്ക് കളർ, നല്ല അടിപൊളി ലുക്കിൽ നമ്പറും ഇതൊക്കെ ഹെഡ്ലൈറ്റ് ഒക്കെ മാറി അവര് അടിപൊളിയായിട്ട് വർക്ക് എടുത്തേക്കുന്ന വാഹനം. അത്യാവശ്യം നല്ല VDA ആണ്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ് കാര്യങ്ങളൊക്കെ. 18 മൈലേജും കിട്ടുന്ന വണ്ടി. 2008 വണ്ടിയാകുമ്പോൾ നമ്മൾ അത്ര പ്രതീക്ഷിച്ചാൽ മതി. ഈ ഒരു പ്രൈസിലുള്ള വാഹനം ഒരു അൾട്ടോക്ക് 2009 അൾട്ടോക്ക് 1.25 കൊടുക്കണം. ഇത് 1.45 2008 രജിസ്റ്റർ 2009 ഡീസൽ സ്വിഫ്റ്റ് ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് കിട്ടും. നോക്കി അത്യാവശ്യം നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണെങ്കിലും ചെറിയ മോഡലാകുമ്പോൾ ചെറിയ സീറ്റുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിഡിലായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഈ റേറ്റിന് നമുക്കൊരു വർത്തിയായിട്ടുള്ള ഒരു മോഡൽ. 2009 വണ്ടി ഡീസൽ VDA ഓപ്ഷനിൽ എല്ലാവരും ചോദിക്കുന്നത് 2 രൂപ 1.90 1.45 നിങ്ങൾക്ക് ഈ അൾട്ടോന്റെ പ്രൈസിന് സ്വിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ഡസ്റ്റർ ഇത് 3,35,000 രൂപക്ക് 3,35,000 രൂപക്ക് ഡസ്റ്റർ, അതും 13 രജിസ്റ്റർ വരുന്ന ഡസ്റ്റർ കൊടുക്കാം. 3.35 ഫൈനലാക്കി കൊടുക്കുക. ഡീസലാണ്, അതും 85 എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു പൊളി റേറ്റ് ആണ്. 85 ആകുമ്പോൾ അത്യാവശ്യം ഒരു 17-18 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. പോളിഷ് ചെയ്തിട്ടില്ല, പോളിഷ് ചെയ്യാൻ വേണ്ടി പോകാനുള്ള വാഹനങ്ങളാണ്. നമ്മുടെ ഷോറൂം കണ്ടില്ലേ, തൊട്ട് അടുത്ത് തന്നെ ആയതുകൊണ്ട് ആർക്കും ഏത് സമയത്ത് വരും ചെയ്യാം. അത് നമുക്ക് ഏത് ടൈമിൽ നമുക്ക് ആക്സസും ആണ്. അടുത്തൊരു ഫുള്ള് ലോണില്, അതും ശരിക്കുള്ള ഡോക്ടറിന്റെ ഒട്ടിപ്പ് ഡോക്ടർ അല്ല. 2016 ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ്, 6 എയർ ബാഗ്, ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് വേരിയന്റ് ഓട്ടോമാറ്റിക്. ഇതെന്ന് കേരളത്തിൽ ഈ ഒരു പ്രൈസിന് വേറെ ആരും കൊടുക്കൂല, അത്രയും ഓഫർ റേറ്റില്. ഡീസൽ ഓട്ടോമാറ്റിക്കലി സീറ്റിൽ വരെ എയർ ബാഗ് വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക്കലി അതും കമ്പനി എന്നല്ലാതെ ഒരൊറ്റ സർവീസ് പോലും ചെയ്തിട്ടില്ല. ഫുൾ കമ്പനി സർവീസ്. 7788 നമ്പർ, ഒറ്റ ഓണർഷിപ്പ്, സർവീസ് ബുക്ക്, സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് ഓഫർ റേറ്റിൽ 5,99,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. 6 ലക്ഷത്തിന്റെ മുകളിൽ ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള വാഹനം. അപ്പോൾ ഏത് വാഹനം എടുക്കുമ്പോഴും ഹിസ്റ്ററി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഒരു വാഹനത്തിന്റെ സർവീസ് പ്രോപ്പറായിട്ട് പോയിട്ടുണ്ടോ, അതിന് ചെറിയ ഓരോന്നിലും പിടിക്കലും കമ്പനിയിൽ നിന്ന് തന്നെയാണോ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പെയിൻറ്റിങ് വർക്കുകൾ പുറത്തുനിന്നാണോ എന്നൊക്കെ ഹിസ്റ്ററി നിങ്ങൾക്ക് കിട്ടും.
അപ്പോൾ ഏത് വാഹനം എടുക്കുമ്പോഴും ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഇവിടുന്ന് എടുക്കുകയാണെങ്കിലും വേറെ എവിടെ നിന്ന് എടുക്കാനായാലും അതിന്റെ നമ്പർ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഹിസ്റ്ററി കിട്ടും നമുക്ക്. ഡീസൽ ആകെ 1,00,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ കേട്ടോ. 1,00,000 കിലോമീറ്റർ അതിന്റെ സർവീസ് മൊത്തം ഷോറൂമിൽ നിന്ന് ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. ഫുൾ കമ്പനി സർവീസുള്ള സിംഗിൾ ഓണർഷിപ്പ് ഏറ്റവും ടോപ്പ് ആൻഡ് ബട്ടൺ സ്റ്റാർട്ട് ഉള്ള വാഹനം. അടുത്ത പൊളി വാഹനമാണ് ജാസ്. ഇത് 35,000 കിലോമീറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് ജാസ്, ഓട്ടോമാറ്റിക്, ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്, CVT ഓട്ടോമാറ്റിക്, പെഡൽ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. 19 മോഡല്, അതും ആഫ്റ്റർ മാർക്കറ്റ് വീൽ, അടിപൊളി വീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെ. അപ്പോൾ CVT ഓട്ടോമാറ്റിക്കലി പെഡൽ ഷിഫ്റ്റിംഗ് അടക്കം വരുന്ന ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അതുപോലെ തന്നെ അടിപൊളി ടച്ച് സ്ക്രീൻ, ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനം. ഇതാ കൂടാതെ കസ്റ്റമർ സെറാമിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 690 19 ലാസ്റ്റ് 35,000 കിലോമീറ്റർ ഓടിയ V ഓപ്ഷൻ ഓട്ടോമാറ്റിക് കൊടുക്കാൻ പറ്റും. ഇനി ഓഫർ റേറ്റിൽ അല്ല, ഇതും ഓട്ടോമാറ്റിക് ആണ്. VMT വരുന്ന CVT വരുന്ന ഓപ്ഷൻ. ഈ ഒരു വാഹനം 490 വണ്ടി കൊടുക്കാൻ പറ്റും. 490 ബെസ്റ്റ് പ്രൈസ് ആണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയായിരുന്നു, ഇതിപ്പോ നമ്മളെ പേരിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം വണ്ടി ഫുൾ കമ്പനി സർവീസ്. നല്ല പൊളിയാണ് അല്ലേ. ഉൾഭാഗമൊക്കെ അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനം. പെഡൽ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിനും വരുന്നുണ്ട് കേട്ടോ. അതും അടിപൊളി 4 ടയറും അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഈ ഒരു വാഹനം വെറും 490 CVT ഓട്ടോമാറ്റിക് V ഓപ്ഷൻ വരുന്ന ജാസ് കൊടുക്കാം നമുക്ക്. അടുത്ത സ്വിഫ്റ്റ് ഇതെങ്ങനെയായിരുന്നു? 2020 ലാസ്റ്റ് വരുന്ന സ്വിഫ്റ്റ് LXI വേരിയന്റ് ആണ്. VXIയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റാരിങ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനം. അടിപൊളി സെറ്റ്, ടച്ച് സ്ക്രീന്, റിവേഴ്സ് ക്യാം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 40,000 കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് ഒക്കെ പോയിട്ടുള്ള വാഹനം. ഫ്രണ്ട് രണ്ടും പുത്തൻ ടയർ ഉണ്ട്, ബാക്ക് ടയർ കമ്പനി ടയറാണ്. ഈ ഒരു വാഹനം 535 ഫൈനൽ കൊടുക്കാം. 535 ഫുള്ള് ലോൺ ചെയ്യാം. ഫുള്ള് ലോൺ ചെയ്യാം. ഒരു 10-20 രൂപ ഉണ്ടെങ്കിൽ ഫുള്ള് ലോൺ ചെയ്യാം, ബാക്കി ഫുൾ ലോൺ ചെയ്യാം. ബഡ്ജറ്റ് റേഞ്ചിന് ഇറക്കാം. അടുത്ത് നമുക്കൊരു എത്തിയോസ് സെഡാൻ. എത്തിയോസ് 3.5 ലക്ഷം രൂപക്ക് 12 മോഡലിൽ എത്തിയോസ് കൊടുക്കാം. കേരള വണ്ടിയാണത്. നമ്പറായ വാഹനമാണ്. AC പവർ സ്റ്റാരിങ്, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന ഡീസലാണ്. ഒരു 24 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു 3.5 ലക്ഷം രൂപക്ക് എത്തിയോസ് ഡീസൽ വാഹനം കൊടുക്കാൻ പറ്റും. അതും 2016 മുതൽ കേരളത്തിലാണ് ഈ വാഹനം. 16 മുതൽ കേരളത്തിലുള്ള വാഹനമാണ്. 3rd ഓണർഷിപ്പാണ്. ഇപ്പൊ നിലവിൽ ഇൻഷുറൻസ് തീർന്നുണ്ട്. പുതിയ ഇൻഷുറൻസ് നമുക്ക് കിട്ടിയിട്ട് 3.5 ലക്ഷം രൂപ കൊടുക്കാം. ഒറിജിനൽ മലയാളമായി തന്നെ പറയാം. അതെ, കാരണം അത്രയും വർഷം ഇവിടെ യൂസ് ചെയ്തിരുന്ന വാഹനമാണ്. ഇപ്പൊ 9 കൊല്ലമായിട്ട് നമ്മുടെ അടുത്തല്ലേ. അടുത്തൊരു കിടില ഓഫ് റോഡർ. അതെ, പെജീറോ സ്പോർട്ട്. അതെ, ഒറിജിനൽ കേരള വാഹനം 2014 സ്പോർട്ട് വരുന്ന, വേറെ മെറ്റൽ ബോഡിയിൽ വേറെ റീപെയിന്റിംഗ് കയറാത്ത വാഹനം. അത്ര 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി. 1,38,000 കിലോമീറ്റർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. 2014 സ്പോർട്ട്. ഈ എല്ലാ ഓപ്ഷനും വർക്കിംഗ് ആണ്. ഈ ഒരു വാഹനം നമുക്ക് 7,99,000 രൂപക്ക് ഫൈനൽ കൊടുക്കാം. അതും 7 സീറ്റർ ആണ്. 4 വീൽ ഡ്രൈവ് ആണ്. അതും മാനുവൽ ആണ്. ഫുൾ നമുക്ക് ഓൾ ഒറിജിനൽ എന്ന് പറയാൻ പറ്റുന്ന വാഹനം. 14 ബാക്ക് സീറ്റിന് പ്രത്യേകത ഫോർച്യൂണറിനെക്കാട്ടി സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. സ്പേസ് ഉണ്ട്, നല്ല അടിപൊളി സ്പേസ് ഉണ്ട്. വിടുത്ത് കൂടിയ ഒരു വാഹനമാണ്. നല്ല ഒറിജിനൽ കേരള വാഹനം, ഡീസൽ എഞ്ചിൻ. ഇതും ഒരു 10 to 12 കിലോമീറ്ററിന് മൈലേജും കിട്ടും. ഈ ഒരു വാഹനം നമുക്ക് ഫൈനല് 7,99,000 രൂപക്ക്. ഇന്ന് ഡൽഹി പോയിട്ട് നിങ്ങൾ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ 6.25 മുതൽ 7 ലക്ഷം വരെ നല്ല വണ്ടിക്ക് കൊടുക്കണം. നല്ല വണ്ടിക്കുള്ള റേറ്റ് 7 ലക്ഷം രൂപ അവിടെയും കൊടുക്കണം. ആ ഒരു റേറ്റിന് ഇവിടെ കൊടുത്തിട്ട് 1.5 ലക്ഷമൊക്കെ നമ്പറാക്കാൻ ഈ ഒരു വാഹനത്തിന് വരും. അവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന പൈസ നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. ഒരു 10-50,000 രൂപ അവിടുന്ന് ഇങ്ങോട്ട് എത്തിക്കാൻ, ബാംഗ്ലൂർ വരെ എത്തിക്കാൻ ഒരു 25,000 രൂപ, അവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ടിങ് ഒരു 10-15 രൂപേൻ്റെ അടുത്താവും. അതുകൂടാതെ പിന്നെ ചെലവും കാര്യങ്ങളും, ചെലവ്, പെയിന്റിംഗ് ഒക്കെ ചെയ്യണം. ഒന്നും ചെയ്യണ്ട. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള സിംഗിൾ 4th ഓണർഷിപ്പ് ആട്ടോ. 2014 4th ഓണർഷിപ്പാണ്. ഈ ഒരു വാഹനം നമുക്ക് 7,99 കൊടുക്കാം. അതോ നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞ നമ്മളെ ബെൻസ് അത് നമുക്ക് പനോരമിക് സൺറൂഫ് അടക്കം വരുന്ന വണ്ടി. അടിപൊളി ഉള്ളും പുറമൊക്കെ നല്ല നീറ്റ് കണ്ടീഷനിലെ വാഹനം. 2013 റേസർ വരുന്ന 12 മോഡൽ 13 റേസർ വരുന്ന വാഹനം കേട്ടോ. 12 മോഡലുണ്ട്, 13 ഡെലിവറി, 13 റേസർ. നിലമ്പൂരിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് വേണം. C220
സോ നമുക്കൊരു 18 മൈലേജ് കിട്ടുന്ന വണ്ടി. ഡീസൽ എഞ്ചിൻ 20 കിലോമീറ്ററിന് അടുത്ത് തന്നെ മൈലേജ് കിട്ടും. അതും പനോരമിക് സൺറൂഫ്, വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. 7,99,000 രൂപക്ക് ഓഫർ പ്രൈസിന് ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ കംപ്ലൈന്റ് ഉള്ള വണ്ടികളെന്ന് പറഞ്ഞാൽ ആകെ ഒരു കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ. അതും കിട്ടും, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് AC-യുടെ നോബ് തിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഈ കൺട്രോള്, AC-യുടെ നോബ് തിരിക്കുന്ന ആ ഒരു ഏരിയ, ആ ഒരു ഈ ഒരു സ്റ്റാരിങ് വീലിൻ്റെ അപ്പുറത്ത് വരുന്നൊരു ഏരിയ, ആ ഒരു ഇതിന് മാത്രമേ ചെറിയൊരു കംപ്ലൈൻ്റ് ഉള്ളൂ. വേറെ എല്ലാ ഭാഗവും ഓക്കെ. ഈ ഒരു സാധനത്തിന് മാത്രമേ കംപ്ലൈൻ്റ് ഉള്ളൂ. ആ ഒരു ഭാഗം മാത്രം കംപ്ലൈൻ്റ് ഉള്ളൂ. ബാക്കിയൊക്കെ ഓൾ ഒറിജിനൽ, ഗ്ലാസ്സോ ഒന്നും റീപ്ലേസ് ഇല്ലാത്ത 2012 മോഡൽ 13 രജിസ്റ്റർ വരുന്ന ബെൻസ് C ക്ലാസ് നിങ്ങൾക്ക് 7,99,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതാണ് ബെസ്റ്റ് പ്രൈസ്. നിങ്ങൾ എവിടെ ചോദിച്ചാലും ഒരു 9 ലക്ഷം 8.5 ലക്ഷം രൂപന്റെ മുകളിൽ വില വരുന്നില്ല വാഹനമാണ്. അടുത്ത ഇവിടെ ഇന്നോവയാണ് തുടങ്ങുന്നത്. അതെ, 7 സീറ്ററുകൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. വൈറ്റില് സെക്കൻഡ് ഓണർഷിപ്പ് 1.19 ഓടിയിട്ടുണ്ട്. 1.14 വരെ കമ്പനി സർവീസിലുണ്ട്. അവിടെ സിംഗിൾ ഓണർ, ഇവിടെ സെക്കൻഡ് ഓണർ. മേജർ ആയിട്ടുള്ള റീപ്ലേസ് ഒന്നുമില്ല. ബാക്ക് ഡിക്കി ഗ്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ. ഇത് 7 സീറ്റർ വണ്ടി കേട്ടോ. G4 16 റേസർ 15 മോഡല്. ഈ ഗ്ലാസ് അല്ലാതെ ഒരൊറ്റ സ്ഥാനം മാറിയിട്ടില്ല എന്നുള്ള ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റും. ഇന്റർകൂളർ ആണ്, മൈലേജ് കൂടുതലുണ്ടാവും. കമ്പനി ലെതർ സീറ്റ് കവർ വരും. അതുപോലെ തന്നെ ഡുവൽ എയർ ബാഗ് കമ്പനി വരും. നല്ല അടിപൊളി ഇന്റീരിയറും ഔട്ട്സൈഡും ഒക്കെ കണ്ടീഷനുള്ള വാഹനം. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇത്? നമുക്ക് 8,90,000 രൂപക്ക് 16 മോഡല് 16 രജിസ്റ്റർ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പുള്ള വാഹനം ഫുള്ള് ലോണും ചെയ്യാം. ഫുള്ള് ജോണില് ഇന്നോവ. വീണ്ടും ഒരു ഇന്നോവ. ഇതെങ്ങനെയായിരുന്നു? 14 മോഡല് 15 രജിസ്റ്റർ. ഈ ഒരു വാഹനം നമുക്ക് നമ്പറായ വാഹനാട്ടതും. ഇത് നമുക്ക് 7,90,000 രൂപ കൊടുക്കാം. 15 രജിസ്റ്റർ വരുന്ന ഒരു വാഹനം. ഇത് 8 സീറ്റാണ്. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. റീവണ്ടി ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കൺഫേം ആണ്. എപ്പോഴും പറയുന്ന ഒരു പ്രശ്നമാണ്. അതെ, പക്ഷെ നമുക്ക് വാഹനം നിങ്ങൾ തപ്പി ഇറക്കുന്നത് 1,90,000 1,70 ഒക്കെ ഓടിയിട്ടുള്ളത്. ഇന്റീരിയർ നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആണ്. ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് പ്രൈസ് 7,90,000 രൂപ നമ്മൾ റേറ്റ് പറഞ്ഞേക്കുന്നത്. ഓഫർ റേറ്റ് ഒന്നുകൂടെ കുറച്ചിട്ട് 50,000 രൂപക്ക് 7,50,000 നമുക്ക് വണ്ടി കൊടുക്കാം. വീണ്ടും 15 ലാസ്റ്റ് വരുന്ന വാഹനം 7,50,000 രൂപക്ക് ഓഫർ റേറ്റ് കൊടുക്കാം. ഓഫർ റേറ്റ് വീണ്ടും സെയിം കളറിൽ വീണ്ടും സിൽവർ ആണ്. ടൈപ്പ് 4 5,80,000 നമുക്ക് വണ്ടി കൊടുക്കാം. 2012 G4 വരുന്ന വാഹനം. ടൈപ്പ് 4 കൺവേർട്ടഡ് 5,80,000 രൂപക്ക് 2012 G4 വരുന്ന നമ്പർ ആയ വാഹനം കേട്ടോ. അത് അടിപൊളി അലോയ് വീലും 8 സീറ്റാണ്. നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ 2012 അറിയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, മെക്കാനിക്ക് ഇന്റർകൂളർ ആകുമ്പോൾ 14 കിലോമീറ്റർ മൈലേജും കിട്ടും ഈ ഒരു വാഹനത്തിന്. ഇന്റർകൂളർ ആകുമ്പോൾ മൈലേജ് അത്യാവശ്യം കിട്ടുന്ന ഒരു എഞ്ചിൻ കൂടിയാണ്. അതെ അതെ, ഈ ലോൺ വേണമെങ്കിൽ ലോണും കിട്ടും. ഒരു അത്യാവശ്യം ഒരു 3-3.5-4 ലക്ഷത്തിന്റെ മുകളിൽ ലോണും ചെയ്യാൻ പറ്റും. അടുത്ത വീണ്ടും 7 സീറ്റർ മാരുതി സുസുക്കി എർട്ടിഗ സ്മാർട്ട് ഹൈബ്രിഡിൽ ഡീസൽ ലിമിറ്റഡ് എഡിഷൻ വരുന്ന വാഹനം. അത് നമുക്ക് മൈലേജിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ്. ലിമിറ്റഡ് എഡിഷൻ സ്മാർട്ട് ഹൈബ്രിഡ് VDI ഓപ്ഷൻ വരുന്ന, അതും അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു വാഹനം. അതും ഉള്ളൊക്കെ ഇത് ലിമിറ്റഡ് എഡിഷൻ ആകുമ്പോൾ ഉള്ളു മൊത്തം ഡാർക്കാണ് വരിക. മറ്റേ നമ്മൾ സാധാരണ വരുന്ന ബീജ് കളർ ഒഴിവായിട്ട് ഫുൾ ഡാർക്കിലാണ് ഈ ഒരു വാഹനം വരുന്നത്. 18 മോഡല്, അതും സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഫുൾ കമ്പനി സർവീസ്, ഒരൊറ്റ സർവീസും പുറത്തുനിന്ന് പോയിട്ടില്ല. 25 മാർച്ചിൽ വരെ സർവീസ് പോയിട്ടുള്ള വാഹനം. 2000 ഫുൾ ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. സ്കേറ്റിങ്ങും കാര്യങ്ങളും അലേവിയിലും ഒക്കെ വരും. ഇതിന്റെ DRലും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. 4 ഡോർ വിൻഡോ, എയർ ബാഗ്, ഡുവൽ എയർ ബാഗ്, ABS എല്ലാം വരുന്ന വാഹനം. VDI ലിമിറ്റഡ് എഡിഷൻ വരുന്ന വാഹനം 7,00,000 രൂപക്ക്. ഹൈബ്രിഡിൽ നിങ്ങൾക്ക് 24 കിലോമീറ്റർ ഒക്കെയാണ് മൈലേജ് പറയുന്നത്. ഒരു 20 കിലോമീറ്റർ എന്തായാലും കിട്ടും. 7 രൂപയിൽ 7,40 നമുക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. ഫുൾ ലോണും ചെയ്തു. 7 സീറ്റർ ഡീസൽ ഹൈബ്രിഡ്. നമുക്ക് എത്തിയോസ് ലീവ 2,90,000 രൂപക്ക് ഡീസൽ ഡുവൽ ടൂണ്, അതും ഡുവൽ എയർ ബാഗ്, ABS വരുന്ന നമ്പർ ആയ വാഹനം നമുക്ക് 2,90,000 രൂപക്ക് കൊണ്ടുപോകാൻ 2 ലക്ഷം രൂപ ലോണും ചെയ്യാം. 90,000 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. അടുത്തൊരു നമുക്ക് ഫോർഡ് എക്കോസ്പോർട്ട് 2014 മോഡല് 13 മോഡല് 14 രജിസ്റ്ററാണ്. 13 മോഡല്, അതും ടൈറ്റാനിയം പ്ലസ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വാഹനം. 4,15 ലക്ഷം രൂപ, 4,30,000 രൂപക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. അതും വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല.
അപ്പോൾ എക്കോ സ്പോർട്ട് ആണ് ഫോർഡിന്റെ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇറങ്ങിയിട്ടുള്ളതും. അതെ, ഫോർഡിന്റെ ക്ലബ്ബൊക്കെ എറണാകുളം പോകുമ്പോൾ നമുക്ക് കാണാം അത്രയും ആളുകളുള്ള ഒരു പിന്നെ കമ്മ്യൂണിറ്റി കൂടിയാണ്. അതെ അതെ. ഈ ഒരു 20 കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജ് കിട്ടും. നല്ല ബോഡി വെയിറ്റ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്ന കാരണം 430 നമുക്ക് കൊടുക്കാം. ഒരു 3.5 ലക്ഷം വരെ 3.5 to 3.25 വരെ ലോണും ചെയ്യുന്നു. അടുത്ത നമുക്കൊരു ഇലക്ട്രിക് വണ്ടി ഇവിടെ ഉണ്ട്, അഡ്വാൻസ് ആയിട്ടുണ്ട്. അതിന് വേണ്ടി ആരും വിളിക്കേണ്ടത് അഡ്വാൻസ് ആയ വാഹനമാണ്. ഇത് എടുത്ത ആളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവര് അഡ്വാൻസ് ചെയ്ത ആൾട്ടോ എടുത്തിട്ടില്ല. അവര് അഡ്വാൻസ് ചെയ്തത് അവർക്കൊരു വണ്ടി ഉണ്ടായിരുന്നു 1060 വണ്ടി വാങ്ങിച്ച വണ്ടി. അവർ സാമ്പത്തികമായിട്ട് ടൈറ്റ് വന്നപ്പോൾ കൊടുത്തപ്പോൾ ഇങ്ങനൊരു വണ്ടി തപ്പി നടക്കണ്ടായിരുന്നു അവര്. അപ്പൊ വീണ്ടും അവര് ചോയ്സിന് അവര് വിറ്റിനേക്കാളും ലാഭത്തില് കൊടുത്തു. അവര് വണ്ടി കൊടുത്തത് എന്നോട് യഥാർത്ഥം പറഞ്ഞാണ് 7,40,000 രൂപക്ക് അവർ വണ്ടി വിറ്റത്. ഇന്ന് നമുക്ക് 6 ലക്ഷത്തി സംതിങ്ങിന് നമ്മൾ വണ്ടി കൊടുത്തും ചെയ്തു. സന്തോഷമായി അവർക്ക്. അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയാണത്, ഇലക്ട്രിക് വണ്ടി. ഇത് വാഗനർ 15 മോഡല് VXI. ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. വേറെ ഉള്ളോട്ടുള്ള വലിയ പരിക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. 60,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ. KL 71B. അതിന്റെ സെറ്റ് നന്നാക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ്. സർവീസ് കഴിഞ്ഞിട്ട് സെറ്റ് ഫിറ്റ് ചെയ്യും, കമ്പനി സെറ്റിന്. അത് 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. ഇതിന്റെ ഫുൾ ലോഡ് വരുന്ന വാഹനം വെറും 3 ലക്ഷം രൂപ കൊടുക്കാം. KL 71B 6350 വരുന്ന VXI വരുന്ന വാഹനം 3 ലക്ഷം രൂപക്ക് VXI 15 വാഗനർ കൊടുക്കാം. ഇത് നമുക്ക് വീണ്ടും ഒരു മൈലേജ് ഫെസിലിറ്റീസ് ഒക്കെ നോക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഹോണ്ടയുടെ WR സൺറൂഫ് അടക്കം വരുന്ന വണ്ടിയാണ്. ഡീസലാണ് വണ്ടി വരുന്നത്. ഡീസൽ മൈലേജ് പറഞ്ഞാൽ നിങ്ങൾ സിംഗിൾ ഓണർഷിപ്പ് 24 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ എഞ്ചിനില് ലോ മെയിൻ്റെനൻസ് വരുന്ന വാഹനം. ഹോണ്ടയുടെ ആകെ വരുന്ന കംപ്ലൈന്റ് ചെറിയ ഓയിൽ കിനിവ്. അതായത് ഈ ഡീസൽ എഞ്ചിനിൽ ഹോണ്ടയുടെ വണ്ടിയിലൊന്നും പാക്കിങ് വരുന്നില്ല. അതായത് ഇപ്പൊ മാരുതിയിലാണെങ്കിൽ വാൾ കവർ പാക്കിങ്, അത് ടൈമിങ്ങിന്റെ അവിടെ പാക്കിങ്, ഇതിനതൊന്നും വരുന്നില്ല. ഇത് നമ്മൾ നോർമൽ ഗമ്മും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് അതിന്റെ പാക്കിങ് വരുന്നത്. അതിന്റെ അവിടെ ചെറിയൊരു ഓയിൽ ലീക്ക് അല്ലാതെ ഹോണ്ടയുടെ ഡീസൽ വണ്ടിക്ക് വേറൊരാളും കംപ്ലൈന്റ് പറഞ്ഞില്ല. നിങ്ങൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മേജർ സർവീസ് കമ്പനി തന്നെ പറയുന്നില്ല. 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷത്തിലൊന്നും ഇതിന് മേജർ സർവീസ് ഇല്ല. മാരുതിയുടെ വണ്ടി ആയിക്കോട്ടെ, ഉണ്ടായുടെ വണ്ടി ആയിക്കോട്ടെ, വേറെ ഏത് ബ്രാൻഡാണെങ്കിലും, ടൊയോട്ടോ, ഹോണ്ട, ഈഗെ, 1 ലക്ഷത്തിൽ മേജർ സർവീസ് ഉണ്ട്. അല്ലെങ്കിൽ 8 വർഷം. 8 വർഷം നിങ്ങൾ 10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ മേജർ സർവീസ് ചെയ്യണം. അതാണ് അതിൻ്റെ മാനുവലിൽ പറയുന്നത്. അങ്ങനെ ഒരു മാനുവലിൽ പറയാത്തൊരു വാഹനമാണ് ഹോണ്ടയും ടൊയോട്ടയും. കാരണം നമ്മുടെ പെർഫോമൻസിൽ കുറവിൽ, അതായത് നമ്മൾ സർവീസ് ചെയ്യുന്നിടത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലിലൊക്കെ എന്തെങ്കിലും ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ അതിൻ്റെ ടൈം ചെയിനൊക്കെ നമ്മൾ മാറേണ്ടി വരും. അല്ലാതെ കമ്പനി സർവീസ് ചെയ്തുകൊണ്ടുകയാണെങ്കിൽ ഒരു പേടിയും പേടിക്കാതെ 3-4 ലക്ഷം കിലോമീറ്റർ ഓടാൻ പറ്റുന്ന ഒരു എഞ്ചിന് വരുന്ന വാഹനമാണിത്. ഇത് നമുക്ക് 7.5 ലക്ഷം രൂപ കൊടുക്കാം. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 50,000 രൂപയുടെ ക്യാഷ് ബാക്കും കൊടുക്കാം. അതെ, ഇത് അഡ്വാൻസ് ആയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ 7 സീറ്റർ വാഹനം 2012 മോഡൽ XUV 500 ഓഫർ റേറ്റിന് 4.25 ലക്ഷം രൂപക്ക് W8 റീപ്ലേസ് ഇല്ല. 6 എയർ ബാഗ് അല്ല 8 എയർ ബാഗ് വരുന്ന ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന XUV 500 വരുന്ന വാഹനം. വേറെ ആക്സിഡന്റ്, ഫ്ലഡ്, റീപ്ലേസോ, ഫ്രണ്ട് ഗ്ലാസോ ഒന്നും മാറിയിട്ടില്ല. ഓൾ ഒറിജിനൽ വരുന്ന വാഹനം. ഈ ഒരു വാഹനം 4.25 ലക്ഷം രൂപ കൊടുക്കാം കേട്ടോ. 7 സീറ്റർ ആണ്. അതും ഒറിജിനൽ കേരള വാഹനമാണ്. ഈ ഒരു വീഡിയോയിൽ അവസാനത്തെ വാഹനമാണ് XUV 500. അടിപൊളി പ്രൈസിൽ നമുക്ക് ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും. അതുകൂടാതെ ഈ ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ വാഹനം എടുക്കുന്ന കസ്റ്റമർക്ക് പുതിയ ഓഫറുകൾ ഇപ്പോൾ ബാങ്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിലും അതുപോലെ തന്നെ കസ്റ്റമർക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള, കാരണം ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക എന്ന് പറയുന്നത് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക, സർവീസ് ചാർജുകൾ കുറയ്ക്കുക, അങ്ങനെയൊക്കെ ഒരു ഓപ്ഷനുകൾ വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു മാസം 2 മാസമൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് ബെറ്റർ ആവും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാർട്ട് ഇവിടെ താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. ഇനിയൊരു പാർട്ട് കൂടി ഉണ്ട്. സോ മിസ്സാക്കേണ്ട നല്ല 7 സീറ്റേഴ്സും നല്ല ചെറുവാഹനങ്ങൾക്കുള്ള ഒരു അടിപൊളി കളക്ഷനാണ്. സോ മിസ്സാക്കേണ്ട. ഇതിന് മുമ്പ് നമുക്കൊരു അടിപൊളി പാർട്ടി കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂര്, അതായത് നമ്മൾ ഊട്ടി റോഡിലാണ്. വണ്ടൂര് പെരിന്തൽമണ്ണ റൂട്ടിലായിട്ടാണ് പുളിയക്കോട് അല്ലേ? പുളിയക്കോട്. അപ്പോൾ ഗൂഗിളിൽ ലൊക്കേഷൻ നോക്കുക അവൈലബിൾ ആണ്. സോ ഫുൾ ലോണും ക്യാഷ് ബാക്ക് ഒക്കെ നല്ല അടിപൊളി ഓഫറുകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക, നല്ല അടിപൊളി കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് സമീർക്ക സൈനിങ് ഓഫ്.